ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മളെ ബീഡ്സ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മാലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയർ വയറാണ് കേട്ടോ. നമ്മൾ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗിയർ വയറല്ല. പിന്നെ നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡ് റിങ്ങും ഒരു ഫിഷ് ഹോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗിയർ വയർ അതുപോലെ നമുക്ക് എത്ര ഇറക്കത്തിലാണോ നമ്മുടെ ചെയിന് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 2 ലെയറിനുള്ള ഗിയർ വയർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് അതിനേക്കാട്ടിലും കുറച്ച് കൂടുതലും എടുത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു ഗിയർ വയർ എടുത്തിട്ട് അതിലോട്ട് അതുപോലെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ബീഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും 2 ബീഡ്സ് 2 3 ബീഡ്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിവിടെ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും ഗിയർ ലോക്ക്. ബീഡ്സ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബീഡ്സ് കഴിഞ്ഞിട്ട് 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമുക്കത് ഫസ്റ്റ് ലെയർ ഞാനിവിടെ കോർത്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതേ മെത്തേഡിൽ തന്നെ കോർത്തെടുക്കാം. ഒരു ഫസ്റ്റ് ഗിയർ ലോക്ക് ഇടുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇടുക. വീണ്ടും ഗിയർ ലോക്ക് ഇടുക. പിന്നെ 2 ഗിയർ ലോക്ക് ഇടണേ. പിന്നെയും ബീഡ്സ് ഇടുക. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ലെയറും കോർത്തെടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ ലെയർ ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ അതുപോലെ കാണിച്ചിട്ട് കേട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ നമ്മുടെ ബീഡ്സുകളൊക്കെ അങ്ങനെയൊന്ന് നമുക്ക് വേണ്ട സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ സെറ്റ് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ 2 സൈഡിലും ഗിയർ ലോക്ക് വരുന്നില്ല, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീഡ്സിൻ്റെ 2 സൈഡിലും വരുന്ന ഗിയർ ലോക്കുകളൊക്കെ അതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗിയർ വയറിൽ നിന്ന് ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ഫസ്റ്റത്തെ ലെയറും അതുപോലെ തന്നെ എല്ലാ ബീഡ്സ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അവിടെ 2 ലെയറും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മാല ഭംഗിയില്ലേ കാണാൻ. പല കളർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.
ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. 2 ഗിയർ വയറും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കുക. ഇനി ബാക്കി വരുന്ന ഒരു ഗിയർ വയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. വീണ്ടും ഞാൻ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫിഷിംഗ് ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷിംഗ് ഹുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് നമ്മുടെ ഗിയർ ലോക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഭാഗം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ സൈഡ് റിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡ് റിംഗ് ഒഴിവാക്കി ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ സൈഡും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ.